ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് ഒരു സ്റ്റൈലിസ്റ്റും കോസ്റ്റ്യൂം ഡിസൈനറുമാണ്. റീസെൻ്റ് ആയിട്ടുള്ള പുള്ളിക്കാരിയുടെ വർക്കുകളെല്ലാം വൈറലാണ്. നമുക്ക് സിമി ആൻഡ് തോമസിനെ പരിചയപ്പെടാം. സിമിയിലേക്ക്. ഹായ് സിമി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. ഹായ്. അപ്പോൾ സിമി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പം നല്ല സ്റ്റൈലിംഗ് ഒക്കെ ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് എത്തിയിരിക്കുന്ന സമയമാണ്. സിമിയുടെ വർക്കുകളൊക്കെ ഈയിടെ നല്ലതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു മ്യൂസിക് ആൽബം, പിന്നെ വേറൊരു ആൽബം കൂടെ നമ്മളുടെ സുധീർ പറവൂർ എന്ന് പറഞ്ഞ ട്വിങ്കിൾ ട്വിങ്കിൾ കെ പാപ്പു, അങ്ങനെയാണ് അതിന്റെ പേര്. അതും നല്ല റീച്ച് കിട്ടിയത്. അതിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. അതിനെ കുറിച്ച് പറയും. മ്യൂസിക് വീഡിയോസ് ഇപ്പം റീസെന്റ് ഇപ്പം എനിക്കൊന്ന് ഒരു 1 വീക്ക് ഒക്കെ ആയിട്ടുള്ളൂ രണ്ടും റിലീസായിട്ട്. അത് ബാക്ക് ടു ബാക്ക് വന്നതാ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കെ പാപ്പുവിനെ പറ്റി തന്നെ പറയാം. അത് നമ്മുടെ സുധീർ പറവൂർ ചേട്ടൻ്റെ ഒരു മ്യൂസിക് വീഡിയോ ആണ്. ചേട്ടൻ തന്നെ പാടി. അപ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് സഹീർ അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ ആൻഡ് കൊറിയോഗ്രാഫറാണ് അത് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ഒരു കൺസെപ്റ്റായിരുന്നു അത്. അപ്പോൾ നമ്മളൊരു ഇങ്ങനെ പറഞ്ഞപ്പം അബ്ബാസ് ഖാൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വിഗൊക്കെ വെച്ചിട്ട് ഒരു കൊറിയൻ സ്റ്റൈലിലേക്ക് ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കൊള്ളാം എന്ന് തോന്നി. അങ്ങനെയാണ് കംപ്ലീറ്റ് ഫ്ലാഷി ഒരു സ്റ്റൈലിലേക്ക് എടുത്തത്. പക്ഷെ അത് നന്നായിട്ട് സുധീരേട്ടൻ നന്നായിട്ട് അത് എന്താ പറയുന്നത്, അതെ അതെ അതെ. അപ്പൊ അങ്ങനെയാണ് സുധീരേട്ടൻ പറഞ്ഞത് നമുക്ക് കെ പാപ്പു കൊറിയൻ ഇതാണല്ലോ, അപ്പൊ അങ്ങനെ ഒരു പേര് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തതാ. ബൈ ഗോഡ്സ് ഗ്രേസ് അത് നന്നായി നന്നായിട്ടുണ്ടായിരുന്നു. അതെ അതെ, നന്നായിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്നുണ്ടായ ഒരു ഷൂട്ടായിരുന്നു ആക്ച്വലി. ടീനു ടെലൻസ് സിംഗർ, നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം പണ്ടത്തെ. അപ്പോൾ അതും അബ്ബാസ്കയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം അബ്ബാസ്കയുടെ ഫ്രണ്ട്, അബ്ബാസ്ക ഐഡിയ സ്റ്റാർ സിംഗറിലെ കൊറിയോഗ്രാഫറായിരുന്നു കുറേ വർഷം, ഫസ്റ്റ് 2-3 സീസൺസിൽ. അപ്പം അന്നുണ്ടായിരുന്നതാ ടീനു. അപ്പം പെട്ടെന്ന് ടീനു ഇവിടെ ഇല്ല, കാനഡയിലാണ്. അപ്പം ടീനു മഞ്ഞുമൽക്കാരിയാണ്, അബ്ബാസ്കെ മഞ്ഞുമൽക്കാരനാണ്. അപ്പം അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനായിരുന്നു ആ സോങ് ഷൂട്ട്. അപ്പോൾ ഒരു 2 ഡേയ്സിൽ സെറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഭയങ്കര ഗിമിക്സ് ഒന്നും അതിനകത്ത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷേ സിമ്പിളായിട്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊരു ചെയ്തു. ആൻഡ് അതും നന്നായി വന്നു. എത്ര നാളായി സിമി ഫീൽഡിലേക്ക്, സ്റ്റൈലിങ്ങിൻ്റെ ഫീൽഡിലേക്കും ഫാഷൻ്റെ ഫീൽഡിലേക്കും ഇറങ്ങിയിട്ട്? ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു 7-8 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? അത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഭയങ്കര കോമഡി ഒരു കഥയെന്ന് പറയാം. കാരണം എൻ്റെ പ്രൊഫഷനേ അല്ലായിരുന്നു. ഞാൻ ആക്ച്വലി പഠിച്ചത് MSW ആണ്. MSW ഇൻ സൈക്യാട്രിയാണ് പഠിച്ചത്. അപ്പം പഠിച്ച ഉടനെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പം കുറച്ചൊരു ഗ്യാപ്പ് എടുത്തു. മോളുണ്ടായി പെട്ടെന്ന്. അത് കഴിഞ്ഞ് വർക്ക് ചെയ്യാം എന്നൊരു മോഡലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് മോളുണ്ടായി. അപ്പം എനിക്ക് ഈ കുഞ്ഞിനെ ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും അവൾ വളരട്ടെ, അവളൊരു 2-3 വയസ്സാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് പിന്നെ ആ പഠിച്ച സംഭവം ഉണ്ടെങ്കിലും അതിനോടുള്ള ഒരു ക്രേസ് അങ്ങ് പോയി. ലൈക്ക് ആ ഒരു ടച്ച് വിട്ടു എന്ന് തന്നെ പറയാം. പിന്നെ ഒന്നേന്ന് അത് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു ഫാഷനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് മുതലേ, ചെറുതിലെ മുതലേ. ഞാൻ എപ്പോഴും ഡ്രസ്സസ് ശ്രദ്ധിക്കും. ഏതെങ്കിലും കല്യാണത്തിന് പോയാലും നോക്കും. അതുപോലെ എനിക്ക് ഡ്രസ്സ് തയ്ച്ചു തരാൻ ഞാൻ വീട്ടിൽ വന്ന് മമ്മിയോട് പറയും. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ മോള് വളർന്നോളെ പ്ലേ സ്കൂളിൽ വിടാൻ തുടങ്ങി. അപ്പം ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ബോറടിച്ചു തുടങ്ങി. കാരണം അത്രയും നാൾ നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നു. പഠിത്തം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, കുട്ടിയുണ്ടായി. പിന്നെ ഒന്നും പെട്ടെന്ന് മോളും കൂടെ പോയപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് ഒന്നും. അപ്പം ആദ്യം വിചാരിച്ചു വർക്കിന് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം, പുറത്തേക്ക് പോകാം. പുറത്തായിരുന്നു കുറച്ച് നാൾ, പിന്നെയും പോകാം എന്നൊക്കെ ഒരു പ്ലാൻ വന്നപ്പം പിന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ നമ്മളെ എറണാകുളത്തൂടെ ഞാനൊരു കട വഴി ഇങ്ങനെ റോഡിൽ ഇങ്ങനെ പാസ് ചെയ്തപ്പം ഒരു ഷോപ്പ് കണ്ടു. ഒരു ഷോപ്പ് കണ്ടപ്പോൾ അത് ഫോർ റെൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തൈക്കൂടത്ത്. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു ഒരു ബുട്ടീക്ക് തുടങ്ങിയാൽ എന്താ, കൊള്ളായിരിക്കും. അപ്പോൾ ഒരു ഐഡിയ ഇല്ല എന്താ. എൻ്റെ പപ്പ ഈ ഗാർമെൻറ്റ് റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഫാമിലിയിൽ കുറേ പേരുണ്ടെന്നല്ലാണ്ട് എനിക്ക് പേഴ്സണലി ഈ ഒരു ബുട്ടീക്ക് തുടങ്ങാനുള്ളൊരു എന്താ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിളിച്ചത് എൻ്റെ പപ്പയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കട കണ്ടിട്ടുണ്ട്. അപ്പോൾ പപ്പ പറഞ്ഞു ഒരു കട കണ്ടാൽ ഉടനെ നീ പോയിട്ട്, അങ്ങനെ പറ്റുന്നതല്ല മോളെ, അതിന് കുറച്ച് പരിപാടികൾ വേണം, കുറച്ച് കാര്യങ്ങൾ വേണം. ഞാൻ പറഞ്ഞു ഇല്ല പപ്പ, എനിക്ക് ഇത് ചെയ്യണം. ആ പപ്പ അന്ന് വാ എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ കോട്ടയത്താണ് എൻ്റെ വീട്. അപ്പോൾ പപ്പ കോട്ടയം. അപ്പം ഞാൻ വൈകുന്നേരം ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ. അപ്പം നിനക്കതിന് വല്ലതും അറിയൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പപ്പ വന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെയും പപ്പയും കൂട്ടി
ഷോപ്പ് പോയി കണ്ടു. അപ്പോൾ നല്ല ഹെവി റെൻ്റൊക്കെയാണ് ഷോപ്പിന്. വലിയ ഒരു 850 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു കടയാണ്. അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇത്രയും കടയിൽ നീ എന്താ ഫില്ല് ചെയ്യാൻ പോകുന്നത്, കുറേ സ്റ്റോക്ക് എടുക്കണം, ഇത് നീ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പിന്നെ ആലോചിച്ചിട്ടാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം പക്ഷേ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു, ഇത് തുടങ്ങി ഇനി കഷ്ടകാലത്തിലെങ്ങാനും ഇത് ക്ലിക്കായില്ലെങ്കിൽ ഇത്രയും ക്യാഷ് പോവുമല്ലോ. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കരുത്, എന്തെങ്കിലും എൻ്റെ അപ്പം ഞാൻ ഇങ്ങനെ, പിന്നെ നമുക്ക് എപ്പോഴും എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ അപ്പനാണല്ലോ. അപ്പം ഞാൻ അപ്പനോട് ഇങ്ങനെ പറഞ്ഞു, കുറച്ച് കാശ് കടം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, കുറച്ച് പൈസ തരാം, ബാക്കി ഞാൻ എൻ്റെ, അതായത് അതെൻ്റെ ഒരു നിർബന്ധമായിരുന്നു, എനിക്ക് സ്വന്തമായി തുടങ്ങണം. അപ്പോൾ എൻ്റെ കുറച്ച് ഗോൾഡൊക്കെ കൊണ്ട് പ്ലെഡ്ജ് ചെയ്തിട്ട് പപ്പയും ഇത് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ വേണ്ട, ഞാൻ കുഴപ്പമില്ല ചോദിക്കാം, കാരണം ഇതിന് വേണ്ടി വരും എന്നൊരു സാധനം ഉള്ളതുകൊണ്ട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങിയൊരു സംഭവമാണ്. അങ്ങനെ തുടങ്ങി പതുക്കെയാണ് ഞാൻ പഠിച്ചു വന്നത് സത്യം പറഞ്ഞാൽ. അപ്പം ടൈലേഴ്സിനെ വെച്ചു, പെർഫെക്റ്റ് ഷോപ്പ്, ഒരു ബുട്ടീക്കായിട്ട് തന്നെ തുടങ്ങി. ടൈലേഴ്സിനെ വെച്ചു, ഹാൻഡ് വർക്കിന് ആളെ വെച്ചു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് കളേഴ്സിനെ പറ്റി അറിയാം. എനിക്ക് തോന്നുന്നു, എനിക്ക് എപ്പോഴും എൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, അതായത് ഡിസൈനിങ്ങും സ്റ്റൈലിങ്ങിലും ഫീൽ ചെയ്തിട്ടുള്ളത്, എനിക്ക് ഒരു കളർ സെൻസ് എൻ്റെ ബെറ്ററാണെന്ന് നമുക്കൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവില്ല, അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ കുറേ കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു, ടു ബി ഓണസ്റ്റ്. ഇതെങ്ങനെ ചെയ്യണം, എവിടെ കുറേ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് എടുക്കണമല്ലോ. പക്ഷെ ആ സമയത്തൊക്കെ ഐ വാസ് ഇൻ ടു ബിസിനസ് ആൻഡ് ഡിസൈനിങ്. സ്റ്റൈലിംഗ് ഒരു ഓപ്ഷനിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പം ഒരു ഓൺട്രപ്രണർ ആവുക, ഒരു ബിസിനസ് ചെയ്യുക, അതൊക്കെയായിരുന്നു. അപ്പം അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഒരു വർഷം കുഴപ്പമുണ്ടായില്ല. അപ്പം എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു. അപ്പം എനിക്ക് കുറച്ച് കടയിൽ ശ്രദ്ധിക്കാൻ പറ്റാതായി. അപ്പോഴേക്കും പതുക്കെ ഈ സ്റ്റോക്ക് ഇങ്ങനെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ ആലോചിച്ചപ്പം ഇത്രയും 40,000 റെൻ്റ് ഉണ്ട്, പിന്നെ ഈ ജോലിക്കാരുടെ ഇതെല്ലാം കൂടെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ. അപ്പം ഞാൻ പതുക്കെ ടെൻസ്ഡ് ആവാൻ തുടങ്ങി. അപ്പം ഹസ്ബൻഡ് ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഒരു പണി ചെയ്യ്, നീ ഇത് കട ക്ലോസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ പക്ഷെ എനിക്ക് കട ക്ലോസ് ചെയ്ത് മുന്നേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകുമെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷെ ഞാൻ കുറേ കാര്യങ്ങൾ ലക്ഷങ്ങൾ മുടക്കി പഠിക്കാന്ന് പറയില്ല, കോഴ്സ് എടുക്കുന്നതിന് പകരം കട ഇട്ട് പഠിച്ചു. എൻ്റെ പപ്പ അതെപ്പോഴും കളിയാക്കാറുണ്ട്, അവൾ കുറേ പൈസ കൊണ്ടിട്ട് ഈ പഠിച്ചു എന്നുള്ള രീതിയിൽ. അപ്പം പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ വിട്ടു കൊടുക്കാൻ എനിക്ക് റെഡി അല്ലായിരുന്നു. എനിക്ക് ഒരു വാശി ഉണ്ടായിരുന്നു, ഞാൻ ഇതിൽ വിടില്ല, ഇതിൽ നിന്ന് പോവില്ല, പക്ഷേ പ്രോഫിറ്റബിൾ ആയിട്ട് ഇതെങ്ങനെ ചെയ്യാം എന്നായിരുന്നു പിന്നെ എൻ്റെ തോട്ട്. അങ്ങനെയാണ് നമുക്ക് ഹാൻഡ് വർക്ക് അന്ന് ചെയ്യുന്ന ഒരു ഭയ്യ ഉണ്ടായിരുന്നു. അപ്പം ഭയ്യയ്ക്ക് ഞാൻ പറഞ്ഞു, ഇത് ഒരു വീട് പോലെ എടുത്തിട്ട് അവിടെ കുറച്ച് ജോലിക്കാർ പുള്ളി ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ പുള്ളി വേറെ ആൾക്കാർക്കും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി വർക്ക് ചെയ്യൂ, ഞാൻ എൻ്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പുള്ളിയുടെ ബന്ധത്തിലുള്ള ഒരു മാസ്റ്ററെ കൊണ്ടുവന്നു. അപ്പം എനിക്ക് ഓൾറെഡി കുറച്ച് കസ്റ്റമർ ബേസ് ആയിരുന്നു സ്റ്റിച്ചിങ് വൈസ്. അപ്പം ഈ കട അങ്ങോട്ട് വിട്ടു. എന്നിട്ട് ഞാൻ പതുക്കെ കസ്റ്റമൈസ് ചെയ്യാൻ തുടങ്ങി, എസ്പെഷ്യലി വെഡ്ഡിങ്സ് അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ബെറ്റർ ആവാൻ തുടങ്ങി. ആ ഒരു കുറേ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പം എനിക്ക് വളരെ ചെറിയൊരു റെൻ്റ് ആ വീടിന് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ വർക്ക് ഉണ്ട്, സമാധാനം ഫസ്റ്റ് ഓഫ് ഓൾ, ഇത്രയും ക്യാഷ് എടുക്കേണ്ടി വരുന്നില്ല. അപ്പം ഞാൻ അതങ്ങനെ ചെയ്തു തുടങ്ങി. ഭയങ്കര ഹാപ്പിയായി ഞാൻ. അപ്പം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് എന്നിൽ പതുക്കെ വരാൻ തുടങ്ങി. ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്, കൊള്ളാം. അങ്ങനെ ചെയ്ത് ഒരു അത്യാവശ്യം ഒരു കസ്റ്റമർ ബേസ് ഒക്കെ ആയി. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറയണക്ക് ഞാൻ പ്ലഡ്ജ് ചെയ്ത കുറേ ഗോൾഡ് എനിക്ക് തന്നെ തിരിച്ചെടുക്കാനൊക്കെ പറ്റി. അപ്പം ഓക്കെ, കുഴപ്പമില്ല, നടക്കുന്നുണ്ട് എന്നൊരു സംഭവത്തിലേക്ക് എത്തി. പ്രോഫിറ്റ് ഉണ്ട്, നമ്മൾ ചെയ്യുന്നതിനൊരു ഗുണം കണ്ടു തുടങ്ങി. പിന്നെ കസ്റ്റമേഴ്സ് കൂടി വരാൻ തുടങ്ങി, ഒരിടത്തുനിന്ന് കോൺടാക്ട് കിട്ടി. പിന്നെ ഞാൻ ഈ വേറെ കുറച്ച് ബുട്ടീക്സിനൊക്കെ നമ്മൾ ഹാൻഡ് വർക്ക് ഹോൾസെയിലായിട്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. കാരണം അവർക്ക് വരുന്ന വർക്ക്സ് നമ്മളെടുത്തിട്ട് അങ്ങനെയും കുറച്ച് വർക്ക്സൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ നമുക്ക് കുറേ, പിന്നെ എനിക്ക് നമ്മുടെ ലൂണാസില്ലേ, അവിടുത്തെ ടീന എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, ടീന ചേച്ചി ആക്ച്വലി എന്നെ കുറേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ടീന ചേച്ചിയുടെ കുറേ വർക്ക് ആ സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഹാൻഡ് വർക്ക്സ്. അപ്പം
ഒരു ബിസിനസ്സുകാരി എങ്ങനെ ആവണം എന്ന് കുറേയൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നത് ടീന ചേച്ചി ടീന ചേച്ചിയാണ്. ടീന ചേച്ചി പറഞ്ഞു, നീ ഇങ്ങനെ ആവരുത്, നീ ഇങ്ങനെ ചെയ്യണം, നീ എന്തേ കാണിക്കണേ. ശരി, ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ടീന ചേച്ചി എന്നെ കുറേ എനിക്ക് ഒരുപാട് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്. അപ്പോൾ ടീന ചേച്ചിയുടെ ഒരു വലിയ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഈ കോവിഡ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സഹീർ അബ്ബാസാണ്, അബ്ബാസ്ക നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പം അബ്ബാസ്കയുടെ ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചപ്പം അബ്ബാസ്കയുടെ അടുത്ത് ചോദിച്ചു, നിനക്ക് മൂവി അല്ലെങ്കിൽ ആഡിലൊക്കെ ഇറങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. പക്ഷെ അതുവരെ എനിക്ക് ആ ഒരു തോട്ടില്ല. അതുവരെ ഞാൻ ബിസിനസ് ചെയ്യുന്നു, ആ ഷോപ്പ് അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, എൻ്റെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പം അബ്ബാസ്ക ആ സമയത്ത് ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. അബ്ബാസ്കയുടെ ഒരു ഷോർട്ട് ഫിലിമിന് ഓസ്കറിൻ്റെ നോമിനേഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമാണ്. അപ്പം പുള്ളിക്കാരൻ കുറേ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒരു മൂവി കമ്മിറ്റ് ചെയ്തിട്ട് നിൽക്കും, ഒരു കുഞ്ഞു മൂവി, അതായത് കോവിഡ് ആണല്ലോ ആ ഒരു ടൈമിൽ ഒരു കൊച്ചു മൂവി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് കോസ്റ്റ്യൂം ചെയ്യാം നോക്ക് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആ സമയത്ത് എനിക്ക് ഒരു ഐഡിയ ഇല്ല, എന്താ മൂവിക്ക് എങ്ങനെ കോസ്റ്റ്യൂം ചെയ്യാം. നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, തയ്ച്ചു കൊടുക്കുന്നു എന്നല്ലാതെ മൂവിയുടെ കോസ്റ്റ്യൂം ആ ഒരു സ്റ്റൈലിംഗ് ഒക്കെ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഭാസ്കർ പറഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. പുള്ളിക്ക് കുറച്ചുകൂടെ കോസ്റ്റ്യൂം, ഡയറക്ടർ മാത്രമല്ല കുറച്ചുകൂടെ കോസ്റ്റ്യൂം സെൻസ് ഉള്ള ആളാണ്, ആൾക്കറിയാം എവിടെ എന്ത് വേണം. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. കുഞ്ഞു പടം ആയതുകൊണ്ട് എനിക്ക് ഒരു നല്ലൊരു എൻട്രി ആയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വൈൻ എന്ന് പറഞ്ഞൊരു പടം, അത് റിലീസായിട്ടില്ല, അത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസായിട്ട് അങ്ങനെ റിലീസ് ആയിട്ടില്ല ഇതുവരെ. അപ്പം അത് പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കോൺഫിഡൻസ് നോർമലി എല്ലാവരും ഒരു മ്യൂസിക് വീഡിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ആഡിലൊക്കെയാണ് ഒരു സ്റ്റൈലിസ്റ്റ് ആദ്യം കയറുക. പക്ഷേ എനിക്ക് കിട്ടിയ വലിയൊരു എന്ന ദൈവാനുഗ്രഹമായിരുന്നു, ഒരു പടം ചെയ്യാൻ പറ്റി ഡയറക്റ്റ്. അതും സാധാരണ എല്ലാവരും കുറേ നാൾ അസിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ്, ഇത് ഡയറക്റ്റ് കോസ്റ്റ്യൂം ഡയറക്ടറായിട്ട് തന്നെ ഒരു പടത്തിലേക്ക് കയറാൻ പറ്റി. അത് അത്യാവശ്യം നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ആയിരുന്നു ചെയ്തത്. നമ്മുടെ അനുമോള്, രാഹുൽ മാധവ് ഒക്കെ ആയിരുന്നു അതിൽ ആക്ട് ചെയ്തത്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കോൺഫിഡൻസ് മീൻസ് എനിക്ക് ചെയ്യാൻ പറ്റും. മൂവിയുടെ എന്താ മൂവി, എങ്ങനെയാണ് ഒരു ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്, ഒരു ക്യാരക്ടറിന് നമ്മൾ എങ്ങനെയൊക്കെ വേഷം കൊടുക്കണം എന്നൊക്കെ പഠിച്ചു. അതെനിക്ക് ഭയങ്കര ഒരു ലെസൺ ആയിരുന്നു. പഠിക്കണം, അതങ്ങനെ പഠിക്കാൻ പറ്റും. പക്ഷെ സാധാരണ എല്ലാവർക്കും അത്ര പെട്ടെന്ന് ഒരു എൻട്രി കിട്ടില്ല. ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു മൂവി അല്ലെങ്കിൽ ഒരു ആഡിൽ ഒരാൾ അസിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നോക്കി കണ്ടൊരു കുറേ സാധനം ചെയ്തിട്ടായിരിക്കും നമുക്ക് ഡയറക്റ്റ് ഒരു എൻട്രി കിട്ടുക. ഇപ്പം അത് എനിക്ക് ഒരു മെയിൻ അതിന് ഏറ്റവും താങ്ക്സ് പറയേണ്ടത് അബ്ബാസ്കറിനോട് തന്നെ, വേറെ ആരോടുമില്ല. പിന്നെ പിന്നെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട്. കാരണം നമ്മൾ ഇത്രയും ദിവസത്തെ ഷൂട്ടിന് മാറി നിൽക്കുമ്പോൾ വീട്ടിലൊക്കെ അപ്പം ഹസ്ബൻഡും നല്ല നീ പോയി ചെയ്തു നോക്ക് എന്ന് പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതും ആ ഒരു സപ്പോർട്ടും ഭയങ്കരമായിരുന്നു. അങ്ങനെ പിന്നെ അധികം ദൂരം എനിക്ക് വൈകുന്നേരം വീട്ടിൽ വന്ന് പോകാവുന്ന ടൈപ്പ് എറണാകുളത്ത് തന്നെ ആയിരുന്നു. അപ്പം ഞാൻ എന്നും പുള്ളിക്കാരനോട് വന്ന് ഇങ്ങനെ വിശേഷം പറയും, ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പോലെ. അങ്ങനെ അത് ആ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പം ഇതിൻ്റെ ഔട്ട് വന്ന് കഴിഞ്ഞപ്പം ഇതിൽ തന്നെയുള്ള കുറേ പേര് പറഞ്ഞു നന്നായിരുന്നു, കോസ്റ്റ്യൂംസ് എല്ലാം ഭംഗിയായി, ആദ്യം ഫസ്റ്റ് ചെയ്ത ഒരാളാണെന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെയും കുറേ ഫ്ലോസ് ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയില്ലായിരുന്നു, എങ്ങനെ ചെയ്യണം എന്താ അങ്ങനെയൊക്കെ. പിന്നീടാണ് ഞാനത് പഠിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫ്രെയിം വെച്ച് കഴിയുമ്പം ശരിക്കും കോസ്റ്റ്യൂമർ പോയി നോക്കും ആ ഫ്രെയിമിൽ കൂടെ. നമ്മൾ ഈ ഡയറക്റ്റ് ഇപ്പം ഞാൻ കാണുന്ന നമ്മളൊരാൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഡയറക്റ്റ് കാണുന്നതാണ്. പക്ഷേ മൂവി ആഡ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല, അത് ഫ്രെയിമിൽ എങ്ങനെയാണ് കളർ പാലറ്റ് എങ്ങനെയാണ്, ഈ സെറ്റാണോ ഞാൻ ഉദ്ദേശിച്ചതാണോ ഫ്രെയിമിൽ വന്നതെന്ന് ഫ്രെയിമിൽ നോക്കുമ്പോഴേ നമുക്കറിയത്തില്ല. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് എൻ്റെ വിചാരം ഈ ഫ്രെയിമിൽ പോയി നോക്കുന്ന അയ്യോ ഇനി അവരെന്ത് വിചാരിക്കും, ഞാൻ ഫ്രെയിമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ട് ഞാൻ അവർ അതെ ഇപ്പോൾ DOP അടുത്തൊക്കെ പോയി നിന്ന് അവർക്ക് ഇഷ്ടപ്പെടും, അവരുടെ വർക്ക് ഡിസ്റ്റർബ്ഡ് ആവോ എന്നൊരു തോട്ടായിരുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് അബ്ബാസ്ക വിളിച്ച് പറഞ്ഞാന്ന്, അത് നിൻ്റെ റൈറ്റാണ്, യു ഹാവ് ടു ഗോ ദർ, നീ ചെക്ക് ചെയ്യണം, അത് എത്ര വലിയ DOP എത്ര വലിയ ഡയറക്ടർ ആണെങ്കിലും ഒന്ന് മാറിക്കേ, ഒന്ന് നോക്കിക്കോട്ടെ എന്ന് നീ പറയണം. ഞാൻ പറഞ്ഞു അങ്ങനെയായിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഞാനിങ്ങനെ പുള്ളിനോട് പറഞ്ഞു. പിന്നെ ഞാനത് പതുക്കെ പ്രാക്ടീസ് ചെയ്തത്. ശരിക്കും അത് ഭയങ്കര ഡിഫറൻസ് നമുക്കുണ്ടാകും. കാരണം ഒരു ഫ്രെയിമിൽ നോക്കിയിട്ട് നമുക്ക് നോക്കുമ്പോഴാണ് ഇത് ഈ കളർ ഇങ്ങനെയാണ് വരുന്നതല്ലേ ഇതിൽ, അപ്പോൾ നെക്സ്റ്റ് ടൈം അത് ശ്രദ്ധിക്കും. അങ്ങനെ പിന്നെ പതുക്കെ ഞാൻ ആഡ്സ് ചെയ്യാൻ തുടങ്ങി.
പിന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടിയൊരു വർക്കായിരുന്നു. നമ്മുടെ ഇപ്പം RDXൻ്റെ ഡയറക്ടറില്ലേ നഹാസ് ഹിദായത്തിൻ്റെ കളർപ്പടം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക്കൽ ഷോർട്ട് മൂവി ഉണ്ടായിരുന്നു. നമ്മുടെ മമിത ബൈജുവും അശ്വിൻ ജോസും ആയിരുന്നു അതിൽ മമിതയുടെ കോസ്റ്റ്യൂംസ് ഭയങ്കരമായിട്ടും ഒരുപാട് പേര് എന്നെ പേഴ്സണലി വിളിച്ച് പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു വർക്കായിരുന്നു. അതും ഈ പറഞ്ഞ കണക്ക് നഹാസിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നമുക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷെ അതെനിക്ക് ഭയങ്കര അത്യാവശ്യം നഹാസിൻ്റെ ബ്രൈഡിന് സ്റ്റൈൽ ചെയ്തത് ഞാനാണ്. റിസപ്ഷനും വെഡ്ഡിങ്ങും ഡ്രസ്സും സ്റ്റൈലിങ്ങും. അപ്പം അതെനിക്ക് നല്ലൊരു ശ്രദ്ധിക്കപ്പെട്ടവർ നമുക്കൊരു വർക്ക് സാറ്റിസ്ഫൈഡ് ആളുകൾ കുറേ കൂടെ നോട്ട് ചെയ്തൊരു അങ്ങനെ ഒരു അതെ. അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ എനിക്കൊരു ഫോട്ടോഷൂട്ട് ഭയങ്കരമായിട്ട് അത്യാവശ്യം ആളുകൾ എനിക്ക് പേഴ്സണലി ശ്രദ്ധ കിട്ടിയ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മളുടെ ഹൃദയം എന്ന് പറഞ്ഞ മൂവി ഉണ്ട്. അതിൽ നമ്മുടെ സെൽവ എന്ന് പറഞ്ഞ ക്യാരക്ടർ കലേഷ് രാമാനന്ദ്. അപ്പം അതിൽ കലേഷ് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ കലേഷിന് ഈ ഹൃദയം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ സെമി ക്ലാസിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു കലേഷും ആൽഫി പഞ്ഞിക്കാരനെ വെച്ചിട്ടൊരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ഫണ്ണി അല്ല, കുറച്ച് അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കലേഷിനെ അപ്പം മുതൽ അറിയാം. അപ്പം ഹൃദയം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം വെറുതെ ഇങ്ങനെ എനിക്കൊരു തോട്ട് വന്നു. ഞാനപ്പോൾ കലേഷിനെ വിളിച്ച് ചോദിച്ചു, എടോ നമുക്കൊരു കാര്യം ചെയ്താലോ, തനിക്ക് എന്തായാലും ആ സിനിമയിൽ ആ കുട്ടിക്ക് പച്ചപ്പുടവ കൊടുക്കാൻ പറ്റിയില്ല, നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ സെയിം ആളെ വെച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ കലേഷ് പറഞ്ഞു, ദാറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ, നമുക്ക് ചെയ്യാം, നീ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ തന്നെ ആക്ട് ചെയ്ത സെൽവിയായിട്ട് ആക്ട് ചെയ്ത കുട്ടിയെ വെച്ച് തന്നെ കലേഷിനെ വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്തു. അതായത് അവരുടെ ആ ഒരു കോസ്റ്റ്യൂമും ചെയ്തു, വേറെ അവരെ മോഡേൺ ഔട്ട്ഫിറ്റിലും ചെയ്തു. പക്ഷേ ഈ പച്ചപ്പുടവ കിട്ടിയിരുന്നെങ്കിൽ ഇവരെങ്ങനെ ആയിരുന്നാനേ എന്നൊരു അത് ആ സമയത്ത് ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുക. അപ്പോൾ അത് ഭയങ്കരമായിട്ടും മനോരമ മാതൃഭൂമിയിലൊക്കെ വന്നു. എനിക്ക് ആളുകൾ അവരെ അങ്ങനെ കണ്ടു. അപ്പം അത് ആ ഒരു കൺസെപ്റ്റ് അതെനിക്കൊരു നല്ലൊരു ടീമുണ്ടായിരുന്നു. ടോണി എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. കലേഷ് ആണെങ്കിലും അഞ്ജലി ആണെങ്കിലും നല്ല രീതിയിൽ അതിനോട് കോപ്പറേറ്റ് ചെയ്തു. അപ്പം അങ്ങനെ എനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട 1-2 വർക്ക്സ്. അതുപോലെ തന്നെ കുടുക്കെന്ന് പറഞ്ഞ മൂവിയുടെ ഒരു മാരൻ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ടായിരുന്നു. അതിൽ കോസ്റ്റ്യൂംസ് എന്നുവെച്ചാൽ അതൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടം വന്ന ആ വർക്കുകളായിരുന്നു. പിന്നെ ഒരുപാട് ആഡ്സും അങ്ങനെ പേജൻസ് ചെയ്തു. നമ്മളൊരു ബ്യൂട്ടി പേജന്റ് വരിക, ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ. അതെ. അങ്ങനെ കുഴപ്പമില്ലാണ്ട വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് സിമിയിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, സിമിയുടെ സിൻസിയറിറ്റി 100% അതിലും കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. സിൻസിയർ ആയിട്ടാണ് സിമി വർക്ക് ചെയ്യുന്നത്. പക്ഷെ എല്ലായിടത്തുനിന്നും അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സിമിക്ക് കിട്ടേണ്ട അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്? ഒരിക്കലും കിട്ടിയിട്ടില്ല. അതെനിക്കും തോന്നിയിട്ടുണ്ട്. ചോദിച്ചത് നമ്മളെല്ലാവരും അതങ്ങോട്ട് അംഗീകരിച്ച് തരുന്നവരല്ലാന്ന് തോന്നുന്നു. അത് ഇപ്പം നമുക്ക് ഏത് ഫീൽഡ് എടുത്താലും ഉണ്ടാവും. കുറേ പേര് നമ്മളെ ഭയങ്കരമായിട്ടും ഫേവർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറേ പേര് നമ്മളെ യൂസ് ചെയ്തിട്ട് ആവശ്യം കഴിഞ്ഞു ലൈക്ക് ഇറ്റ്സ് ഡൺ എന്നൊരു ഇതുണ്ട്. അതെനിക്ക് തോന്നുന്നു മിക്ക ഫീൽഡിലും ഉണ്ടാവും. ഇത് എസ്പെഷ്യലി ഈ ഫീൽഡിൽ ഇത് ഇത്തിരി കൂടുതലാണ് ഈ ഒരു ടെൻഡൻസി. അപ്പോൾ ആദ്യമൊക്കെ കൊളാബ് ചെയ്യും, നമുക്കപ്പം കൂടുതൽ വർക്ക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊളാബ് ചെയ്യും. അത് ആ സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ചെയ്താലേ ഉള്ളൂ കൊളാബൊക്കെ. എന്താ വെച്ചാൽ എൻ്റെ ഒരു സ്വഭാവം അത് നല്ലതാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ മുതലെടുക്കുന്ന ആൾക്കാരാണ് കൂടുതലെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഇത്രയും സിൻസിയറിറ്റി വേണ്ട. ഇപ്പൊ ഞങ്ങൾ തന്നെ സിമിയോടുള്ള ബന്ധത്തിന്റെ പുറത്താണ് ആ ബ്യൂട്ടി പേജന്റ് വന്നപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്തത്. ആക്ച്വലി ആ ബ്യൂട്ടി ദിവസം കൊണ്ടാണ് ചെയ്തു തന്നത്. അതെനിക്ക് നിങ്ങളോട് വലിയ താങ്ക്സ് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം അതിൽ ആക്ച്വലി എനിക്ക് ആ സമയത്ത് എനിക്ക് നിങ്ങളോട് വന്നത് പറഞ്ഞ് എനിക്കത് ചെയ്യേണ്ട ആവശ്യം ആ ബ്യൂട്ടി പേജിൽ ഉണ്ടായിരുന്നില്ല. കാരണം അത് നടത്തുന്നവരുടെ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്ന ആസ് എ സ്റ്റൈലിസ്റ്റ്, ഐ ആം ദ സ്റ്റൈലിസ്റ്റ് ഓഫ് ദിസ് ഷോ. അപ്പം ഇത് നന്നാവണം, അല്ലെങ്കിൽ ഇത് മോശമാവരുത്. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നതും പെട്ടെന്നൊരു സാധനം സെറ്റ് ചെയ്യുന്നതും. അപ്പം പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ ഓവർ ആത്മാർത്ഥത കാണിച്ചിട്ട് ഇൻ റിട്ടേൺ നമുക്കൊന്നും നമുക്ക് പേയ്മെന്റും കിട്ടാറില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവും, നമുക്ക് ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്സ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു സാധനം ചെയ്യിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ സാധനം പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് സിമീനെ അറിയാവുന്നതുകൊണ്ട് അറിയാം. അല്ലാതെ ഇപ്പോൾ ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്താണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അപ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ നിന്ന് കാശിട്ടിട്ട്
അത് മേക്കപ്പ് ചെയ്യും. എങ്ങനെയെങ്കിലും അത് അവോയ്ഡ് ചെയ്യാൻ. നമുക്ക് ഒരാളെ മുഖത്ത് നോക്കി സംസാരിക്കും. വാക്ക് പറഞ്ഞാൽ എനിക്ക് വാക്ക് മാറ്റുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, ചെയ്ത് കൊടുക്കണം എന്നുള്ള. അപ്പം ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ നല്ല, കാരണം എനിക്ക് കുറേ പേര് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോഴും ഞാൻ വിളിച്ചാൽ ഓക്കെ ഞങ്ങൾ ചെയ്ത് തരാം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ചിലയിടത്തൊക്കെ നമുക്ക് ഈ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പം എൻ്റെ അടുത്ത് പലപ്പോഴും ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, നിനക്കിത് എന്തിൻ്റെ വിഷമമായിട്ടാണ് നീ ഇത് ചെയ്യുന്നത്, അത് അവരുടെ പണിയല്ലേ, ലെറ്റ് ദം ഡു ഇറ്റ്, നീ എന്തേ കാണിക്കണമെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാനപ്പോൾ പറയുന്നത് അങ്ങനെയല്ലല്ലോ, നമ്മളൊരു കാര്യത്തിന് പക്ഷെ ഇത് മാറുന്നില്ല, നന്നാവുന്നില്ല. ഞാൻ നന്നാവുന്നില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആയിരിക്കും ഞാൻ എന്താ നന്നാവത്തെ. പിന്നെ ഇടയ്ക്ക് കട്ടയ്ക്ക് പറയും. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയും എവിടേക്കോ നന്നായിട്ടുണ്ട് എന്ന്. പുള്ളിക്കാരനെ ഇടയ്ക്ക് പറയും, എടി നീ ഇങ്ങനെ ചെയ്യും. അപ്പം രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്ന സമയത്താണ് എൻ്റെ കെട്ടിയവന് എന്നെ ഉപദേശിക്കുന്നത്. വെച്ചാൽ പുള്ളി കുറേ കാര്യങ്ങൾ പറയും. കുറേയൊക്കെ നമ്മൾ ഇടിച്ചൊക്കെ നിൽക്കും, അങ്ങനെയല്ലാന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം പുള്ളി പറയുന്നതിൽ സത്യം ഉണ്ടെന്ന് അറിയാം. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പം ചിലപ്പോൾ ഒക്കെ പറയും ഞാനിത് ചെയ്തു കിട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറയാം ചെയ്താൽ നിനക്ക് കൊള്ളാം. പക്ഷെ ചില സമയത്ത് പറ്റാറുമില്ല. പിന്നെ എന്ത് വർക്ക് ചെയ്താലും എനിക്കത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പറ്റാവുന്ന എൻ്റെ ഈ പറഞ്ഞ കണക്ക് 200% ഞാൻ കൊടുക്കും. എന്താണ് ഒരു സ്റ്റൈലിസ്റ്റും ഒരു എൻട്രപ്രണർ, അതായത് ഒരു ബുട്ടീക്ക് ഓണറും തമ്മിലുള്ള ഡിഫറൻസസ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്? അതെനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ, ഓൺട്രപ്രണർ എന്ന് പറയുമ്പം കുറച്ചും കൂടെ ടെൻഷൻ കൂടുതലാണ്. കാരണം സ്വന്തം കാശ് കയ്യിൽ നിന്ന് ഇറക്കി ഒരു വർക്ക് ചെയ്യുമ്പം ആ ബിസിനസ് നമുക്ക് ഞാൻ ഇത് രണ്ടും ആയിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ളത് സ്റ്റൈലിസ്റ്റ് ആയിട്ടാണ്. ഓൺട്രപ്രണർ ആയിരുന്ന സമയത്ത് എനിക്ക് വന്നിരുന്ന ടെൻഷൻ ഭയങ്കരമായിരുന്നു. ഞാൻ ഈ മന്ത് ഇത്ര ക്യാഷ് എനിക്ക് പണിക്കാർക്ക് കൊടുക്കണം, സ്റ്റോക്ക് എടുക്കണം, ഇത് കഴിഞ്ഞിട്ട് എന്താണ് സ്റ്റോക്ക് വിൽക്കണം, ഇത് ഇനി ഒരു എക്സിബിഷൻ വല്ലതും നടത്തി പകുതി പൈസ, ഇത് നമ്മൾ ഫുള്ള് നമുക്ക് ചിന്തയാണ്. അപ്പം നമുക്ക് ക്രിയേറ്റിവിറ്റി വർക്കാവെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റീവ് ആകും. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് ഇതിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും കോസ്റ്റ്യൂം സ്റ്റൈലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ തന്നെയാണ്. കാരണം അപ്പം ഞാൻ കുറച്ചുകൂടെ ടെൻഷൻ ഫ്രീ ആണ്. അപ്പം എനിക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാനിപ്പോൾ ഒരാൾക്ക് വർക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് എന്നുവെച്ചാൽ ഇതിപ്പം വിറ്റ് പോയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അയാൾ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ വർക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ടെൻഷൻ ഇല്ല എന്നല്ല, ഈ ചില മൂവി, അതായത് ഇപ്പം മൂവി അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, കണ്ടിന്യൂറ്റി സീൻസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അതുപോലെ തന്നെ ഏറ്റവും ഷോർട്ട് നോട്ടീസിൽ ഡ്രസ്സ് ചെയ്യാന്നുള്ള ഒരു ടെൻഷനും കൂടി ഭയങ്കരമാണ്. അതൊക്കെ ഉണ്ട്. കാരണം 2 ദിവസമൊക്കെ ആയിരിക്കും, അല്ലെ ഒരു ദിവസം മാക്സിമം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, മഞ്ഞുമൽ ബോയ്സിന്റെ ഇപ്പം നാളെയാണ് ഷൂട്ടെങ്കിൽ ഇന്നലെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അത് എത്ര പേർക്ക്? അത് 12 പേരുടെ കുർത്ത, ഒരാൾക്ക് ഫുൾ സെറ്റ് സൽവാർ. അപ്പൊ ഈ 12 അത് പറയുന്നത് എപ്പോഴാ, അതും ഈ ഇപ്പം നാളെയാണ്, ഇന്നലെ വൈകുന്നേരമാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ആ ഷോർട്ട് നോട്ടീസിൽ നമ്മളിത് അതും നമ്മൾ പിന്നെ എന്താ റെഡിമെയ്ഡ് എടുക്കുമല്ല, സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ചിലപ്പോൾ, കാരണം ചിലപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് എടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടില്ല, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതിന് വരും. അപ്പോൾ ആ സമയത്ത് ഇത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമോ, എന്താവും, പിന്നെ കറക്റ്റ് മെഷർമെൻ്റ് ആവുമോ, അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിരിക്കും. ഓക്കെ ഇത് കിട്ടും, അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് സ്ക്രീനിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ കൊള്ളാം എന്നൊരു സാധനം നമുക്ക് വരും. പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന കുട്ടികൾക്ക് എന്താണ് ടിപ്സ് കൊടുക്കാൻ പറ്റുന്നത്? അവരെങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കണം ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ആസ് എ സ്റ്റൈലിസ്റ്റ്? ടിപ്സ് കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് ഫീൽഡിൽ വന്നാലും കുറേ ബുദ്ധിമുട്ടുകൾ ഫസ്റ്റ് ഉണ്ടാവും. അത് ഓവർകം ചെയ്യാനുള്ള ഒരു മനസ്സാണ് ആദ്യം വേണ്ടത്. മെൻ്റൽ പവറാണ് ഫസ്റ്റ് വേണ്ടത്. കാരണം ചിലപ്പോൾ നല്ല ചീത്തവിളിയൊക്കെ കിട്ടും ചില സമയത്ത്. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഗുണം അതാണ്. എനിക്ക് അസിസ്റ്റ് ചെയ്തിട്ട് അധികം വേണ്ടി വന്നിട്ടില്ല. എന്നാൽ പോലും ചില സമയത്ത് ചില കാര്യങ്ങൾ ശരിയല്ല, അത് നമ്മളോടുള്ള റെസ്പെക്റ്റ് ഇല്ലായ്മ കൊണ്ടൊന്നും അല്ല അവർ ചൂടാവുന്നത്, ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇത് എന്തേ കാണിക്കണം, ഇത് എന്താ എന്ന് ചോദിക്കും. പക്ഷെ അപ്പം നമ്മൾ, ഞാനൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ് ചില സമയത്ത്, ഡിപ്രസ്ഡ് ആവരുത്. അപ്പോൾ പക്ഷേ നമ്മളത് ഞാൻ ഇട്ടു, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പോയാൽ പോയി. പിന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അതും കൊണ്ടേ വരൂ എന്നൊരു സാധനം. അത് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും, കുറേ നമ്മളെ കളിയാക്കും, കുറേ ഇത് കേട്ടോ. പക്ഷെ അങ്ങനെ വിചാരിക്കണവർക്കേ
ഇതിനകത്ത് നിൽക്കാൻ പറ്റും. പിന്നെ എനിക്ക് പുതുതായിട്ട് വരുന്ന കുട്ടികളോട് പറയാനുള്ളൊരു കാര്യം, കുറേ അൺവാണ്ടഡ് പ്രഷേഴ്സൊക്കെ ഉണ്ടാവും ഈ ഫീൽഡിൽ നിന്ന്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പലരും നമ്മളെ പിന്നെ കുറേ ഗിമിക്സൊക്കെ കാട്ടും, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കര സംഭവം ആണ്, നമുക്ക് ഇത് ചെയ്യാം അത് ചെയ്യാന്നൊക്കെ പറയാം. പക്ഷെ ഇതൊന്നും ഉണ്ടാവാൻ പോണില്ല. അപ്പം അത് ഉണ്ടാവാണ്ട് വരുമ്പം നമ്മൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. കാരണം അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ പലർക്കും കൊളാബ് ചെയ്ത് കൊടുക്കും, അടുത്ത വർക്കിന് നമ്മളെ വിളിക്കും, അവരുടെ അടുത്ത മൂവിയിൽ ഞാനായിരിക്കും എന്ന്. പക്ഷെ അതൊന്നും ഉണ്ടാവില്ല. അവരുടെ അടുത്ത വർക്ക് വരുമ്പോൾ കൊളാബല്ലായിരിക്കും. ചിലപ്പം അവരുടെ ആ വലിയ വർക്കിന് അവർ കുറച്ചും കൂടെ ഭയങ്കര ഹൈഫണ്ട് ആൾക്കാരായിരിക്കും നോക്കുന്നത്. നമ്മളുടെ ആവശ്യം അവിടെ കഴിഞ്ഞു. പക്ഷേ അത് വെച്ചിട്ട് മനസ്സുമെടുത്തിട്ട് പോവല്ല വേണ്ടത്. ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. പിന്നെ ഓരോരുത്തരുടെ ലക്കും, നമ്മൾ ഒരാളോട് നിൽക്കുന്ന രീതി, നമ്മുടെ വർക്കിന് നമുക്കൊരു നല്ല ടീം ഉണ്ടാവുക, ഒരു ടീമിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് കിട്ടിയൊരു ഭാഗ്യം അത് തന്നെയാണ്. എനിക്ക് 2-3 ടീമുണ്ട്. ആ ടീമിൽ ഞാൻ സ്ഥിരം ആണ്, കംഫർട്ടബിളാണ്. അവർ ശരിക്കും ഒരു ഫാമിലി പോലെ എനിക്ക്. അപ്പം അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ്. പക്ഷേ ഈ ഇടയ്ക്കിട്ടിട്ട് പോകരുത്. എനിക്ക് ഇവിടെ നിന്നൊരു വിഷമം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ ഈ ഫീൽഡ് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതിൽ നിൽക്കുക എന്നുള്ളതാണ് പുതിയ കുട്ടികൾക്ക്. പിന്നെ വർക്കിൽ 100% സിൻസിയർ ആയിരിക്കുക. കാരണം അതങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ ആൾക്കാർ വിളിക്കും. ആ ഒരു സിൻസിയറിറ്റി ഫീൽ ചെയ്താൽ അവർ തീർച്ചയായിട്ടും വിളിക്കും. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ എന്നെ അസിസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ, കുറേ കുട്ടികൾ വരാറുണ്ട്. പക്ഷെ ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് നമുക്കത് മനസ്സിലാവും. അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന രണ്ടാമത്തെ എൻ്റെ വർക്കിൽ അങ്ങനെയുള്ള കുട്ടികളെ. അപ്പം എപ്പോഴും അത് ശ്രദ്ധിച്ചാൽ മതി, എത്താൻ പറ്റും. അപ്പം താങ്ക് യു സോ മച്ച് സിമി, ഇത്രയും സമയം എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി തന്നതിന്. ഭാവിയിലും ഒത്തിരി സിനിമകൾ വരട്ടെ, സിമിയുടെ വർക്ക് ഇനിയും ആളുകൾ കാണാനിടയാകട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എന്നെ വിളിച്ചതിനും ഇത്രയും നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിനും തിരിച്ചും ഒരു വലിയ താങ്ക് യു. താങ്ക് യു സോ മച്ച്.